കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജൂനിയർ സെലക്ഷൻ ട്രയൽ തടഞ്ഞ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ പി.വി. ശ്രീനിജൻ എം.എൽ.എ. 100-ലധികം കുട്ടികളാണ് സെലക്ഷൻ നടക്കുന്ന പനമ്പള്ളി നഗറിലെ സ്കൂൾ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നത്. കായിക മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാനം ഗേറ്റ് തുറന്നുകൊടുത്തത്. മൂന്നര മണിക്കൂറാണ് കുട്ടികൾ ഗേറ്റിനു മുൻപിൽ കാത്തുനിന്നത്. 8 ലക്ഷം രൂപ വാടക കുടിശ്ശികയുണ്ടെന്നും ട്രയൽസ് നടക്കുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചില്ലെന്നുമാണ് പി.വി. ശ്രീനിജൻ എം.എൽ.എയുടെ വാദം. വാടക കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിന് കത്തയച്ചിരുന്നുവെന്നും പ്രതികരണമുണ്ടായില്ലെന്നും എം.എൽ.എ. പറയുന്നു. ഇതിനു മുമ്പും ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഗേറ്റ് തുറക്കാതായപ്പോൾ അന്ന് എല്ലാവരും ഇടപെട്ടുകൊണ്ട് കൗൺസിലിന് തരാനുള്ള കുടിശ്ശിക തരുമെന്നൊരു ഉറപ്പ് അന്ന് തന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം വരെയുള്ള വാടക കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് കൗൺസിലിൽ ഒടുക്കിയിട്ടുണ്ടെന്നും കുടിശ്ശികയില്ലെന്നുമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വ്യക്തമാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മൈതാനങ്ങളുടെ കരാറ് ഏർപ്പെടാനുള്ള അവകാശം കേരള സ്പോർട്സ് കൗൺസിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും കൗൺസിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധികൃതർ തമ്മിലുള്ള പ്രശ്നം കാരണം 3 മണിക്കൂറിലധികമാണ് കുട്ടികൾ പുറത്തു നിൽക്കേണ്ടി വന്നത്. ഞങ്ങൾ 3 മണിക്കൂറായി വന്നിട്ട് ഇവിടെ 3 മണിക്കൂറായി 6:30 പുറത്ത് നിൽക്കുക. പുറത്ത് അവിടെ ഇരിക്കണായിരുന്നു. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. കുറച്ചുപേരുണ്ടായിരുന്നു. സ്ഥലത്തെ കൗൺസിലർ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും മന്ത്രിയുടെയും ഇടപെടൽ കൊണ്ടാണ് ഗേറ്റ് തുറന്ന വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിലേക്ക് കടന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതിൽ യുവമോർച്ചയുടെ പ്രതിഷേധം അക്രമാസക്തമായി. ഇവരെ പോലീസ് നീക്കം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.